വേണുഗോപാൽ കൊല്ലം ചോദിക്കുന്നു. വിനീത ഹാപ്പി ഓണം ചേട്ടാ. ഉത്രാട രാത്രി സൂപ്പറാണ്, താങ്ക് യു. നാളെ റിപ്പോർട്ടർ ചാനലിന്റെ ഓണപരിപാടികൾ എന്തൊക്കെയാണ്? നാളെ ഓണ വിഭവങ്ങളുടെ ഒരു സദ്യയാണ് ചേട്ടാ റിപ്പോർട്ടർ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ ആസിഫ് അലി നമ്മുടെ സിനിമാ താരം തുടങ്ങും ഓണാഘോഷത്തിന്റെ വെടിക്കെട്ട്. അതിന് പിന്നാലെ നിരവധി സർപ്രൈസുകളുണ്ട്. ഡോക്ടർ അരുൺകുമാർ രാവിലെ ആഘോഷ പരിപാടികളായി ചേരും. 6 മണി മുതൽ റിപ്പോർട്ടറിൽ ഓണമുണ്ട്. ഞങ്ങളുടെ ഒരു പിടി അവതാരകർ നിരന്ന് നിന്ന് അവിടെ ഓണം ആഘോഷിക്കും. അതിന് പിന്നാലെ ഓരോരോ ഓണ വിഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇതാ ഓരോ ഇടവേളയ്ക്കിടയിലും നമ്മളതിൻ്റെ പ്രൊമോ വീഡിയോ കാണിക്കുന്നുണ്ട്. പ്രേക്ഷകർ ഒരു വിഭവവും മിസ്സാക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. മലയോരമാണെന്ന് കരുതി ഇടുക്കിയിൽ ഓണാഘോഷമില്ല എന്നൊന്നും കരുതരുത്. സൂപ്പറാണ് ഇടുക്കിയിലെയും ഓണം. ഉത്രാടപ്പാച്ചിലെ അവസാന ഘട്ടത്തിലും ഇടുക്കി ഹൈറേഞ്ച് മേഖലയിലും വലിയ തിരക്കാണ് ഉണ്ടായിരുന്നത്. ഓണക്കോടി വാങ്ങാൻ രാത്രി വൈകിയും ആളുകളെത്തി. ചിലപ്പോൾ വാങ്ങിച്ചതൊന്നും പിള്ളേർക്ക് പിടിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഒന്നുകൂടി വാങ്ങാം എന്ന് കരുതി വന്നവരുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപാരം മോശമായിരുന്നെങ്കിലും ഉത്രാട ദിവസം നല്ല കച്ചവടമായിരുന്നു എന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഓണം കളറാക്കാൻ എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് മലയോരത്ത്. സന്ദീപ് രാജാക്കാടുണ്ട് അവിടുത്തെ വിശേഷങ്ങളുമായി. ഇടുക്കിയിലും ഓണം ഇങ്ങനെ ആഘോഷമാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അവസാനത്തെ ഓട്ടപ്പാച്ചിൽ ഏറെക്കുറെ അവസാനിക്കാറായി എന്ന് നമുക്ക് പറയാം. ഇടുക്കിയുടെ ടൗണുകളിലൊക്കെ അല്പം തിരക്കൊഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഈ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ആളുകൾ എത്തുന്നുണ്ട് ഓണക്കോടിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ടെക്സ്റ്റൈൽസുകളിലും അത്യാവശ്യം ആളുകളുണ്ട്. ഓണക്കോടിയൊക്കെ മേടിച്ചോ? മേടിച്ചു. എന്നതാ മേടിച്ചത്? ഡ്രസ്സ്. എന്ത് ഡ്രസ്സാണ്? ഉടുപ്പ്. അടിപൊളിയാണോ? അവര് ഓണം അടിപൊളിയാണെന്നാണ് പറയുന്നത്. ഇതിനകത്തും നമുക്ക് നല്ല തിരക്കുണ്ട്. നമുക്ക് അവിടെയുള്ള ആളുകളോട് കൂടി ഒന്ന് ചോദിക്കാം എന്ന് തോന്നുന്നു. അത്യാവശ്യം എല്ലാവരും തന്നെ ആ ഒരു ഉത്രാടപ്പാച്ചിലിൻ്റെ അവസാനം ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എങ്ങനെയാണ്? കുഴപ്പമില്ല, നല്ലോണം അടിപൊളി. ഓക്കെ, അങ്ങനെയാണ്. എന്തായിരുന്നാലും എല്ലാവരും കളറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഓട്ടത്തിലാണ്. അതിൻ്റെ ഒരു അവസാനവട്ട ഘട്ടത്തിലേക്ക് എത്തി. നമുക്കിപ്പോൾ തന്നെ കാണാം ഈ വസ്ത്രവ്യാപാര കടകളിലെല്ലാം തന്നെ നന്നായി തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ ഒരു ഓട്ടപ്പാച്ചിൽ എന്താ പറയുന്നത്, ഇപ്രാവശ്യമെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഓണാഘോഷത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ്. ഓണം അടിപൊളിയാണ്. ഇതൊക്കെ എല്ലാം എടുത്തു എല്ലാവർക്കും എടുത്തു. നാളെ എന്താ പരിപാടി? നാളെ ഓണമല്ലേ, ഇനി അതിനും വലിയ പരിപാടികളെ. അതെ അതെ കേട്ടോ. അത് എന്തായാലും മൊത്തത്തിൽ ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഇവരെന്ന് തോന്നുന്നു. കുട്ടികളുമൊക്കെ ആയിട്ട് വൈകുന്നേരം ഇങ്ങ് എത്തുന്നുണ്ട്. എന്തുവാ പേര്? പേര് ഇത്തരത്തിലാണ്. എന്തായിരുന്നാലും ആ ഒരു ആവേശത്തിൻ്റെ ഓണാഘോഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഓണം കളറാക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവോണ ദിവസവും അതൊരു സജീവമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാനവട്ട ഓട്ടപ്പാച്ചിലിൽ എത്തിയിട്ടുണ്ട് വ്യാപാര മേഖലയിലുള്ളവരും. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രാവശ്യം? തറക്കാറില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലതായിരുന്നു. പിന്നെ വ്യാപാരികളും ആളുകളും സന്തോഷത്തിലാണ്. നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ എല്ലാവരും ഓണം കളറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ അവസാന വട്ട ഓട്ടപ്പാച്ചിലിൽ എത്തി നിൽക്കുന്നു. അതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റെല്ലായിടത്തും തന്നെ തിരക്കുകളൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ഡ്രസ്സ് ഓണക്കോടി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തിരക്കാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ശരി, ഏതായാലും മലയോരത്തെ ഓണാഘോഷം പങ്കുവെക്കുകയായിരുന്നു സന്ദീപ് രാജാക്കാട്. നിരവധി